കൊല്ലം ചിതറ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യമെന്ന സൂചന നൽകി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കോൺഗ്രസുകാരനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന പ്രതി ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ്. അതേസമയം സിപിഐഎം പ്രവർത്തകൻ എം ബഷീറിനെ കോൺഗ്രസ് പ്രവർത്തകൻ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധം ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 2 സിപിഐഎം പ്രവർത്തകരെയാണ് കോൺഗ്രസ് കൊലപ്പെടുത്തിയതെന്ന് സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുധേവൻ ആരോപിച്ചു. രാജ്കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ചിതറയിൽ സിപിഎമ്മിന്റെ പാർട്ടി പ്രവർത്തകനായ എം ബഷീറിനെ കൊലപ്പെടുത്തിയ പ്രതി ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്, ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്താക്കുറിപ്പ്. കുത്തുന്ന സമയത്ത് പ്രതി ഷാജഹാൻ എം ബഷീറിനെ കുത്തി കൊലപ്പെടുത്തുന്ന സമയത്ത് കോൺഗ്രസുകാരനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തിയതായി പറയുന്നു. ഇതിന് സാക്ഷിയായി എം ബഷീറിന്റെ സഹോദരൻ സലാഹുദ്ദീന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സലാഹുദ്ദീന്റെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പീപ്പിൾ ടി വിന്ന് രാവിലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സലാഹുദ്ദീന്റെ മൊഴി അനുസരിച്ച് പോലീസ് ഇപ്പോൾ കേസ് ശക്തമാക്കിയിരിക്കുന്നതും. അതുപ്രകാരം ഇയാൾക്കുള്ള കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ചും പോലീസ് അതിൽ വ്യക്തമായി വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ പ്രതിക്കുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇയാളുടെ കോൺഗ്രസ് ബന്ധം നേരത്തെ വേറെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു പക ഇയാൾക്കുണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആദ്യം ഇവർ തങ്ങളിലുള്ള ഒരു വഴക്കിലേക്ക് കലാശിച്ചത് ഒരു തർക്കത്തെ തുടർന്നാണ്, സ്വകാര്യമായ തർക്കത്തെ തുടർന്നാണെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അതേസമയം ഈ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം, പ്രതി കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അയാൾ കൊലപ്പെടുത്തുന്ന സമയത്ത് കോൺഗ്രസുകാരനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് 9 തവണ കുത്തിയതായി പോലീസ് വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു. മസൂദ് അസർ മരിച്ചെന്ന അഭ്യൂഹം തള്ളി ജെയ്ഷെ മുഹമ്മദ്. മസൂദ് അസർ മരിച്ചിട്ടില്ല എന്നാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രതികരണം. വിശദാംശങ്ങൾ നൽകാൻ ശരത് കെ ശശി ചേരുകയാണ്. ശരത്, മസൂദ് അസർ മരിച്ചു, ഇന്നലെ തന്നെ പാക് സൈനിക ആശുപത്രിയിൽ മരിച്ചു എന്ന തരത്തിലുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു വാർത്തയെ നിഷേധിച്ച് ജെയ്ഷെ മുഹമ്മദ് രംഗത്തെത്തുമ്പോൾ ഏത് തരത്തിലുള്ള വിശദീകരണങ്ങളാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ളത്? വിശദാംശങ്ങൾ. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മൗലാന മസൂദ് അസർ മരണപ്പെട്ടു എന്നും മരണപ്പെട്ടിട്ടില്ല എന്നുമുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രചരിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ നേരത്തെ ഉച്ചയോടുകൂടിയാണ് മൗലാന മസൂദ് അസർ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ വൃക്ക രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മൗലാന മസൂദ് അസർ മരണപ്പെട്ടതായുള്ള വാർത്തകൾ വന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് വ്യക്തമാക്കിയിരിക്കുന്നത്, അവരുടെ പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്, ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവായ മൗലാന മസൂദ് അസറിന് യാതൊരു പ്രശ്നങ്ങളുമില്ല, അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരക്കുന്നത്. കൃത്യമായ സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവായ മൗലാന മസൂദ് അസർ ഉള്ളത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു വ്യക്തത ഉള്ള ഒരു യാഥാർത്ഥ്യം. നിലവിലെ ഇത്തരമൊരു അഭ്യൂഹങ്ങൾ പരക്കുന്ന ഒരു സാഹചര്യത്തിൽ പാക് ഗവൺമെന്റ് ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം നൽകേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസം മുൻപ് പാക് വിദേശകാര്യ മന്ത്രിയായ ഷാ മെഹമ്മൂദ് ഖുറേഷി പാകിസ്ഥാൻ നിരന്തരമായി ജെയ്ഷെ മുഹമ്മദ് നേതാവായ മൗലാന മസൂദ് അസറുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുൾപ്പെടെ അദ്ദേഹം പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് യാഥാർത്ഥ്യമെന്നത് കൃത്യമായും പാക് സർക്കാരിനും അതുപോലെ തന്നെ സൈന്യത്തിനും ഈ ഒരു ഘട്ടത്തിൽ വിശദീകരിക്കേണ്ടതായി വരും. കഴിഞ്ഞ ദിവസമാണ് മൗലാന മസൂദ് അസർ മരണപ്പെട്ടതായി ഇന്ന് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനാക്കി പ്രഖ്യാപിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു മരണവാർത്ത പടച്ചുവിട്ടതാണോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വ്യക്തതയില്ല. കേരള കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. 2ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചുനിന്നു. എന്നാൽ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചതോടെ ചർച്ച വഴിമുട്ടുകയായിരുന്നു. ചൊവ്വാഴ്ച ഒരു വട്ടം കൂടി ചർച്ച നടത്തുമെന്ന രമേശ് ചെന്നിത്തലയും നിലപാടിൽ പിന്നോട്ടില്ല എന്ന് കെ.എം. മാണിയും ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. സലീം മുഹമ്മദിന്റെ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരു വട്ടം ചർച്ച പൂർത്തിയായിരുന്നു. പക്ഷേ ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് വീണ്ടും കേരള കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തീരുമാനിച്ച് അതിനനുസരിച്ച് തന്നെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ യോഗം ചേരുകയും ചെയ്തു. പക്ഷേ 2 വിഭാഗവും മുൻനിലപാടുകളിൽ ഉറച്ചു നിന്നതോടുകൂടി ചർച്ച വഴിമുട്ടുകയായിരുന്നു.
കേരള കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടത് 2 സീറ്റ് എന്ന തങ്ങളുടെ ആവശ്യം ന്യായമാണ്, അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ മാത്രമേ ചർച്ചയുമായി മുന്നോട്ട് പോകുന്ന ഒരു അർത്ഥമുള്ളൂ എന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അത്തരമൊരു സാഹചര്യമല്ല, അത്തരത്തിൽ ഒരു സീറ്റ് കൂടി അനുവദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്, അതുകൊണ്ട് അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് നിലപാട് പ്രഖ്യാപിച്ചു. അതോടുകൂടി ചർച്ച വഴിമുട്ടുകയായിരുന്നു. ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. ഇനിയും 5-ാം തീയതി വൈകിട്ട് എറണാകുളത്ത് വെച്ച് തന്നെ ആലുവയിൽ വെച്ച് ബാക്കി ചർച്ചകൾ ഉണ്ടാകും. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. 5-ാം തീയതിയോടുകൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തങ്ങളുടെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, 2ാമതൊരു സീറ്റ് കൂടി വേണം എന്നതാണ് തങ്ങളുടെ നിലപാട്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് അവിടെ വാർത്താ സമ്മേളന വേദിയിൽ വെച്ച് തന്നെ KM മാണി അറിയിക്കുകയും ചെയ്തു. ഒരു സീറ്റും കൂടി ആവശ്യമാണ്, അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ 5-ാം തീയതിയോടുകൂടി ഞങ്ങൾ ചർച്ച തുടരും. ചുരുക്കത്തിൽ സമവായത്തിനുള്ള എല്ലാ സാധ്യതകളും അടയുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ നിഗമനം. ആ സാഹചര്യത്തിൽ ഇനി എന്താണ് അടുത്ത പോംവഴി എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു UDF-നുള്ളിൽ. മാത്രവുമല്ല, അത് കേരള കോൺഗ്രസിനുള്ളിലേക്കും ഈ പ്രതിസന്ധി വ്യാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഒരു സീറ്റിൽ ഒതുങ്ങുകയാണെങ്കിൽ ആ ലഭിക്കുന്ന ഒരു സീറ്റ്, അത് കോട്ടയമാണെങ്കിലും ഇടുക്കിയാണെങ്കിലും താൻ തന്നെ മത്സരിക്കും എന്ന് PJ ജോസഫ് കേരള കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കും. അല്ല, പാർട്ടിയിൽ പിന്നെ നമ്മൾ റിക്വസ്റ്റ് വയ്ക്കും. ചുരുക്കത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന ഉഭയകക്ഷി ചർച്ച വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് UDF-നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും കേരള കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സഖ്യരൂപീകരണങ്ങളെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. പുൽവാമ സ്ഫോടനവും തുടർന്നുണ്ടായ ഇന്ത്യ-പാക് സംഘർഷവും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. ഇന്നും നാളെയുമായി 2 ദിവസങ്ങളായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം. സന്തോഷ് സർലിംഗിന്റെ റിപ്പോർട്ടിലേക്ക്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ ആദ്യ ദിവസത്തെ ചർച്ചകൾ അല്പസമയം മുമ്പ് പൂർത്തിയായി. അതിനുശേഷം പോളിറ്റ് ബ്യൂറോ യോഗവും ചേർന്നു. പ്രധാനമായും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും നാളെയുമായി ചേരുന്നത്. സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ടുകൾ നേരത്തെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരുന്നു. ഇത് പ്രകാരം പോളിറ്റ് ബ്യൂറോ വിശദമായ ഒരു നയപരിപാടി ചർച്ച ചെയ്യുകയും ചില 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നണിയെയും തോൽപ്പിക്കുക. രണ്ടാമത്തെ നിർദ്ദേശം CPIM-ന്റെയും ഇടതു പാർട്ടികളുടെയും ശക്തി ലോക്സഭയിൽ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ നിർദ്ദേശമായി മുന്നോട്ട് വച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മതേതര മുന്നണി കേന്ദ്രത്തിൽ ഉറപ്പുവരുത്തുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഘടകങ്ങളോട് പ്രവർത്തന നിരതമാകാനാണ് പോളിറ്റ് ബ്യൂറോ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി യോഗം ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങളുടെ മുന്നണി കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ ഒരു മുന്നണിയുടെ ഭാഗമായി CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല. പക്ഷേ പ്രാദേശികമായി ഇത്തരം സഖ്യങ്ങൾ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് അന്തിമ തീരുമാനമെടുക്കുക. നാളെയും കേന്ദ്ര കമ്മിറ്റി യോഗം തുടരും. റഫേൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ വ്യോമാക്രമണത്തിന്റെ സ്ഥിതി മറ്റൊന്നാകുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉദ്ദേശിച്ച ഫലം നേടാത്തതിനെ തുടർന്നെന്ന് വിലയിരുത്തൽ. എത്ര ഭീകരർ കൊല്ലപ്പെട്ടെന്ന തുടർച്ചയായി ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഔദ്യോഗിക പ്രതികരണത്തിന് കേന്ദ്രം തയ്യാറാകാത്തതും സംശയം ബലപ്പെടുത്തുന്നു. വിശദാംശങ്ങൾ ശരത് നൽകും. ബാലാകോട്ടിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ 300-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെയും BJP-യുടെയും അവകാശവാദം. എന്നാൽ ഈ വ്യോമാക്രമണം കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം വ്യോമാക്രമണം കൊണ്ട് നേടാനായിട്ടില്ല എന്നുള്ള വിലയിരുത്തലിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉള്ളത്. അത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വാക്കുകൾ. ഉദ്ദേശിച്ച ലക്ഷ്യം നേടാനായിട്ടില്ല എന്നുള്ളത് വ്യക്തമാകുകയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്ന്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് പ്രസംഗിച്ചത് റഫാൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വ്യോമാക്രമണത്തിന്റെ സ്ഥിതി മറ്റൊന്നാകുമെന്ന് ആയിരുന്നു. ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നരേന്ദ്രമോദി നടത്തിയത് വ്യോമാക്രമണം കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം നേടാനാകാത്തതിന്റെ മുൻകൂർ ജാമ്യമായി ആണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇത് ശരിവെക്കുന്നതാണ് കേന്ദ്രമന്ത്രി SS അലുവാലിയയുടെയും അതുപോലെ തന്നെ കര വ്യോമ നാവികസേന മേധാവികളുടെയും ഒക്കെ തന്നെ പ്രസ്താവന. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി SS അലുവാലിയ പ്രസംഗിച്ചത്
ഭീകരരെ വധിക്കാനായിരുന്നില്ല, മറിച്ച് പാകിസ്ഥാന് താക്കീത് നൽകുക എന്നുള്ളതായിരുന്നു വ്യോമാക്രമണം കൊണ്ട് ലക്ഷ്യമാക്കിയത് എന്നായിരുന്നു. ഇതിൽ നിന്നും ഈ ഒരു നേരത്തെ പറഞ്ഞ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസം മുൻപ് കര വ്യോമ നാവികസേന ഉദ്യോഗസ്ഥർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലും അവർ പറഞ്ഞത് ഉദ്ദേശിച്ച ലക്ഷ്യം നേടാനായി എന്നുള്ളതായിരുന്നു. അതേസമയം തന്നെ എത്ര പേർ മരിച്ചു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകിയതുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യോമാക്രമണത്തിൽ എത്രത്തോളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് സംശയമുയർത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങളെ പൊളിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രധാനമായും കോൺഗ്രസിന്റെയും നീക്കം. एयर स्ट्राइक्स पे प्रश्न चिन्ह विपक्ष थोड़ी लगा रहा है, प्रधानमंत्री खुद लगा रहे हैं. एयर स्ट्राइक्स के ऊपर प्रश्न चिन्ह लगा रहे हैं. जब वो ये बात कहते हैं कि अगर रफेल जहाज होता तो शायद नतीजा कोई और होता, इसका क्या मतलब है? 300-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും അവകാശവാദത്തെ സംശയത്തിൽ നിർത്തുകയും അതോടൊപ്പം തന്നെ വ്യോമാക്രമണം നടത്തിയ സേനയുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ല എന്നും ഒരേപോലെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു ക്യാമ്പയിനിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിലൂടെ പ്രതിപക്ഷ പാർട്ടികൾ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനം കൊടും ചൂടിലേക്ക്. സംസ്ഥാനത്ത് കൂടിയ താപനില ശരാശരിയേക്കാൾ 3 ഡിഗ്രി കൂടി. മലബാറിൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യത. സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ വൻ വ്യതിയാനമെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങൾ ശ്യാമപ്രസാദ് നൽകും. ശ്യാം, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചുട്ടുപൊള്ളുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉള്ളത്. വരുന്ന ഒരാഴ്ച കേരളത്തിലെ ഒരു കാലാവസ്ഥ സംബന്ധിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏത് തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, സംസ്ഥാനം കടുത്ത ചൂടിലേക്ക് അമർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ സംസ്ഥാനം തൊട്ടു പൊള്ളുന്ന ചൂടിലേക്കായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കൂടുതൽ വരും ദിവസങ്ങളിലെല്ലാം തന്നെ കടുത്ത ചൂടിലേക്ക് ഇത്തരത്തിൽ സംസ്ഥാനം മാറുമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നിലായി തിരുവനന്തപുരം 36 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആലപ്പുഴ, തൃശൂർ, മറ്റു ജില്ലകളിലെല്ലാം തന്നെ 35 ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ ഈ ജില്ലകളിലെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ 2 മുതൽ 4 ഡിഗ്രി വരെ ശരാശരി താപനില ഉയരുമെന്നും എല്ലാം തന്നെ കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ മലബാർ മേഖലയിലാണ് ഇത്തരത്തിൽ ഈ ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുകയെന്നും കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം പുറത്തുവിട്ട കണക്കുകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും 11 മണി മുതൽ 3 മണി വരെ ഈ വിഭാഗങ്ങളിൽ പുറം ജോലികൾ ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ നിർബന്ധമാക്കണമെന്നും എല്ലാം തന്നെ നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ഇത് സംബന്ധിച്ച് ജോലി സ്ഥലങ്ങളിലെല്ലാം തന്നെ വിശദമായ റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 11 മണി മുതൽ 3 മണി വരെ പുറം ജോലികൾ ചെയ്യുന്നവർക്ക് പ്രത്യേകമായ ജോലി ക്രമീകരണം അതോടൊപ്പം തന്നെ സമയ ക്രമീകരണം എല്ലാം ഏർപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. പ്രധാനമായും ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസത്തിന് തന്നെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കി അതോടൊപ്പം തന്നെ പ്രളയവും എല്ലാം തന്നെ വന്നതിന് ശേഷമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലേക്കുള്ള ഒരു കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ തന്നെ ഇടവിട്ട് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന മഴയും എല്ലാം തന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് വേണം പ്രധാനമായും കരുതാൻ. അതോടൊപ്പം ഓക്കിയും പ്രളയവും വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനത്തിലുള്ള മാറ്റവും പ്രധാനമായും കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം പ്രത്യേകമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ കാരണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ തൊട്ട് മുൻപുള്ള മാസങ്ങളിലെല്ലാം തുലാമഴയെല്ലാം തന്നെ ഇത്തരത്തിൽ കുറവ് അനുഭവപ്പെട്ടതുമെല്ലാം തന്നെ ഈ ഒരു കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും സംസ്ഥാനം ഇത്തരത്തിൽ ഈ ഒരു ചൂട് കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും കാലാവസ്ഥ വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കിക്കും പ്രളയത്തിനും ശേഷം ഇത്തരത്തിൽ മാർച്ചിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളുടെയും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം എന്താണെന്നുള്ള ഒരു പരിശോധനയിലാണ് ഇപ്പോൾ വിദഗ്ധർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓക്കിക്കും പ്രളയത്തിന് ശേഷം വന്ന ഈ കാലാവസ്ഥയിലുണ്ടായ മാറ്റം പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ വരും മാസങ്ങളിൽ മാർച്ചിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ കടുത്ത ചൂടിലേക്ക് കേരളം കടക്കുമെന്ന് തന്നെയുള്ള മുന്നറിയിപ്പുകളാണ് പ്രധാനമായും ഇതെല്ലാം നൽകുന്ന സൂചനകൾ. എന്തായാലും ഇത്തരത്തിൽ സംസ്ഥാനം കടുത്ത ചൂടിലേക്ക് പോകുമ്പോഴും അതിനെ പ്രതിരോധിക്കാനും മുന്നറിയിപ്പുകളുമായിട്ടും കനത്ത ജാഗ്രതയോടുകൂടി തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, സംസ്ഥാനത്ത്
കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ചൂട് ശരാശരി നിലയിൽ നിന്ന് കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ശ്യാമപ്രസാദാണ്.